ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസത്തെ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് മൂന്നാറിലോട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലപ്പുറം ജില്ല വിട്ടിട്ടില്ല, ഏകദേശം വിടാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഫിയും പിന്നെ ബിസ്ക്കറ്റും കഴിക്കാണ്. ഈ മോർണിംഗിൽ നമ്മൾ കുടിക്കുന്നതിന് കരിച്ചായ എന്ന് പറയും. ഈ ടൈമിൽ നമ്മൾ പൊരികടിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും വോമിറ്റ് ചെയ്യുക ഉറപ്പാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബിസ്ക്കറ്റും റസ്ക്കും വാങ്ങിയത്. അമ്മാൽ ഓൾറെഡി ഛർദിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതാ നമ്മൾ നമ്മുടെ യാത്ര തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പച്ചി ഗൾഫിലുള്ള സമയത്ത് തന്നെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മളിതാ പോവാണ്. അങ്ങനെ ഇതാ നമ്മൾ മൂന്നാർ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ മലനിരകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി മൂന്നാർക്ക് എത്താൻ ഇനി 1-2 മണിക്കൂറുള്ളൂ. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫോറസ്റ്റ് ഏരിയ. ഞാൻ പോയ മിക്ക ട്രിപ്പുകളും ഇതുപോലെ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ മൂന്നാർ എത്താൻ വേണ്ടിയിട്ട് നമ്മളിതാ ചുരം കയറാണ്. അപ്പം അടിപൊളിയായിട്ട് എനിക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങൾ നാമിക്ക് കഞ്ഞി കൊടുക്കാൻ പാത്രം വാങ്ങാനായിട്ട് നമ്മളൊരു കടയിൽ നിർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ലേസും കുർക്കുറയും ടീലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ റോഡ് സൈഡിൽ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് വേറെ ലെവലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർഫോൾസ് കാണുന്നത്. അങ്ങനെ നമ്മൾ ചുരം കയറി ഏകദേശം ടോപ്പിലെത്താനായി. അപ്പോൾ ഇതാ നമ്മുടെ തേയിലത്തോട്ടാണ്. അടിപൊളി കേട്ടോ. ഇവിടുന്ന് കാണുന്ന ഒരു അതേപോലെ ആ ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ ലെവലാണ്. അപ്പോൾ മൂന്നാർ പോയിട്ടുള്ളവരൊക്കെ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ അവിടെ അടുത്തുള്ളൊരു കടൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വ്യൂ കാണുന്ന സ്ഥലം ഉള്ളത്. അങ്ങനെ നമ്മളിതാ ആദ്യം ഒരു സ്ഥലത്ത് പോയിട്ട് റിസോർട്ട് നോക്കിയപ്പോൾ ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾക്ക് അവസാനമായിട്ട് നമുക്കിതാ നമ്മുടെ റിസോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീഫൻ ലെഗൻസി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. അടിപൊളിയായിരുന്നു. പാർക്കുണ്ട്, ഗെയിംസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ അടിപൊളി റൂമായിരുന്നു, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അതാ നമ്മൾ നൈറ്റത്തെ ഡിന്നറ് കഴിക്കുകയാണ്. നമ്മൾ ചൈനീസ് ഫുഡാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസും പിന്നെ നൂഡിൽസും പിന്നെ എന്തോ ചിക്കൻ മഞ്ചൂരി പിന്നെ സാധാ നോർമൽ ചില്ലി ചിക്കൻ അതോ ഗ്രേവിയാ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിംസൊക്കെ ഉള്ളൊരു റൂമാണ്. ഇവിടെ ക്യാരംസ് ഉണ്ട്, ടെന്നീസ് ഉണ്ട്, പിന്നെ ഇതാ ഈ ഒരു ഗെയിം ഉണ്ട്, ഇതിൻ്റെ പേരെനിക്കെന്താ അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ചെസ് ബോർഡ് ഉണ്ട്. ചെസ്സും അറിയില്ല, ക്യാരംസ് അറിയാം, ടെന്നീസും അറിയില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ബാഡ്മിൻ്റൺ കളിക്കണ പോലെ ഞങ്ങളിതാ ഞാനും അമലും കൂടെ കളിക്കുകയാണ്. ബാഡ്മിൻ്റനും ശരിക്കായിട്ട് എനിക്ക് അറിയില്ല. എന്നാലും ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് തട്ടാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഉമ്മച്ചി ക്യാരംസ് കളിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പൂളിക്ക് ചാടിയതാണ്. ഇപ്പോൾ ഒരു മൈരിബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആ ഒരു ടൈമില്ല. അപ്പോൾ രാത്രി പൂളി ചാടാൻ വേറെ ലെവൽ വൈബായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മോർണിംഗിൽ എണീറ്റിട്ട് ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പുറത്ത് വന്ന് നോക്കുകയാണ് ഗൈസ്. ആ മലൻ്റെ തൊട്ട് മേലെ നമ്മുടെ ഈ മേഘല്ല, അത് നമ്മുടെ ദിമ തട്ടിയ മാതിരി ആയിരുന്നു ആ കോടമഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ ടീ കപ്പ് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടോ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ
അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ നമ്മുടെ ആ ഒരു ഇതിൻ്റെ അതായത് ഫുഡ് കഴിക്കണതിൻ്റെ മുമ്പിലുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത് നാമി ആടുന്നത്. അങ്ങനെ ഞങ്ങൾ മോർണിംഗിൽ പൂളിൽ ചാടി നമ്മൾ വെക്കേറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഈ പൂളിൽ നിന്ന് നോക്കിയുള്ള വ്യൂ, ആ മലവെന്ന് കാണാം. ഇവിടെ ഒന്നും അധികം ആൾക്കാരില്ല. അപ്പോൾ നമ്മളുള്ളത് വട്ടവട ടോപ്പ് സ്റ്റേഷനാണ്, അതിലേതൊന്നാണ് വട്ടവടയെ തോന്നുന്നു. വട്ടവടയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ്. അതുകൊണ്ട് ഇവിടെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. പൂളിൽ ചാടി ഇന്നിങ്ങനെ ഇറക്കുമ്പോൾ കിറുക്കിറാ വിറക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ റിസോർട്ട്. അടിയിൽ സ്ട്രോബെറി തോട്ടവും പിന്നെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ. നമ്മൾ കാണാത്ത പലതരം ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് ചെറുതായിട്ടുള്ള ഇതേപോലത്തെ റിസോർട്ട്സൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇപ്പുറത്ത് നിങ്ങൾ കാണില്ല, അവിടെ നമുക്ക് ഫുൾ ഫാമിലി ആയിട്ട് വരാം. അടിപൊളിയായിക്കാരം. അതായത് ജോയിൻറ്റ് ഫാമിലി, നമ്മൾ വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ഒരു വീട് പോലെ ഹോം സ്റ്റേ ആണ് കേട്ടോ. അത് സെറ്റാണ്. അപ്പോൾ അതാ ഇതിൻ്റെ അടിയിൽ കാണാം, അതായത് ഈ ചുരല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചുരം ഫുള്ളായിട്ട് കയറിയിട്ടില്ല, ഇതൊരു വേറെ ഒരു മലമൊക്കെയുള്ള ചുരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് വരുന്നത്. ഇവിടെ ബോൺഫയർ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്, സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിക്കാരം. നമ്മൾ ഫാമിലി വൈബ് വേറെ, ഫ്രണ്ട്സ് വൈബ് വേറെ. അപ്പോൾ അടിപൊളിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കൂളിലത്തെ ട്രിപ്പ് ഉണ്ട് ഊട്ടിയിലേക്ക്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന റൂം. അടിപൊളിയാണ്. നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബെഡൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഒരു വുഡൻ ഒരു തീമിൽ വരുന്ന റൂമാണ്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. നമ്മൾ ഹണി മ്യൂസും പിന്നെ സ്ട്രോബെറിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വട്ടവടയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഗൈഡുമാരൊക്കെ കുറേ വരും, നമ്മളിങ്ങനെ കൊണ്ടുപോയി കാണിച്ചു തരാം. അതേപോലെ ട്രെക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ നമ്മൾ അതിനൊന്നും പോയിട്ടില്ല, നമുക്ക് ടൈമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് കാണിക്കേണ്ട. അപ്പോൾ അതാ നമ്മൾ ഹണി മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മൾക്ക് എൻട്രൻസ് തന്നെ ആയിട്ട് അടിപൊളി, നമ്മുടെ തേനീച്ചക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ ഒരു എൻട്രൻസ് ആണ്. അടിപൊളിയാണ്. ഇവിടെ ഹണി ബീസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടാണ് നമ്മുടെ മറ്റേ ക്യൂനും മെയില് ഫീമെയില് അതിൻ്റെ പലതരം ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ക്ലാസ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് ഗൈസ് മ്യൂസിയം, ഒരു കൊച്ചു മ്യൂസിയം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഷോപ്പാണ്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് വീഡിയോ എടുത്തതാണ്. അവർ കണ്ടാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മുടെ തേനീച്ചക്കൂടുണ്ട് ഇവിടെ, അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂട് മാതിരി. പിന്നെ ഇവിടെ പലതരം തേനുകളുണ്ട്. പിന്നെ തേനീച്ചത ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞതായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഈ തേനെടുക്കാൻ വേണ്ടി വേട്ടക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇടുന്ന ആളെ കോസ്റ്റ്യൂം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫുൾ അങ്ങോട്ട് ഷോപ്പാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മ്യൂസിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ ഒടുക്കത്തെ റേറ്റാണ്. കാരണം ടൂറിസ്റ്റ് പ്ലേസാണ്. അത് പൊതുവെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതേപോലെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കൂടുതലായി. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 10 രൂപയാണെങ്കിൽ ഇവിടെ ഏകദേശം 30 രൂപയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഒന്നും വാങ്ങാതെ വരുന്നത് മോശമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞി ടോയും പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഹണി ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞി ഹണി ബോട്ടിൽ. അവിടെ ഉണ്ടായത് കാണുന്ന പറയണത്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തു. ഈ നമ്മുടെ കോഫിയുടെ കുരുവാണ് അടിപൊളിയല്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതിൻ്റെ ഒറിജിനൽ ആ കുരു കാണുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറേ നേരമായി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആയിരുന്നു സ്ട്രോബെറി ഫാം. ഈ കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഗൈഡായിട്ട് വന്നതാണ്. അവന് പറയുന്ന ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവന് ഇതേപോലെ സ്ട്രോബെറി പിന്നെ ഹണി എന്തൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്നതായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ സ്ട്രോബെറി ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ട്രോബെറിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് അധികമല്ല, എങ്കിലും 2-3 ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ക്ലൈമറ്റ് ഇത്രയും ആയതുകൊണ്ടാവാം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതാ ജാമും അതേപോലെ വൈനൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. നമുക്ക് ടേസ്റ്റ് നോക്കാൻ തന്നിരുന്നു. വൈനെ കുടിച്ചപ്പോൾ ഒരുമാതിരി
ചവർപ്പായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചുറ്റിക്കറങ്ങി. അങ്ങോട്ടൊന്നും പോകാൻ വയ്യില്ലെങ്കിലും ഞാൻ ചാടി കയറി മതിൽ ചാട്ടം. അപ്പോൾ അതാ നാം ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ഓളൊരു സ്ട്രോബെറി പറിച്ചു. അപ്പോൾ ഓളെ എക്സ്പ്രഷൻ കാണാം, അതാണ് ഗൈസ് അടിപൊളി. എൻ്റെ മോളെ നല്ല പൊളിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ ഹണീൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇത്. ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ്, ഫോട്ടോ വ്യൂ പോയിൻ്റ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ തണുത്തിട്ടുണ്ട് ഗൈസ്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. മലബാർ ഹോട്ടൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാ അവിടുന്ന് മലമെന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അത് ഒരു വേസ്റ്റിൻ്റെ ഗാബറേജിക്കാണ് അത് ചാടുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു, സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പിറ്റേ ദിവസം ഒരു മോർണിംഗിൽ നമ്മൾ ഇറങ്ങിയതാണ്. നമ്മൾ വീണ്ടും സ്റ്റേ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടത്. അപ്പോൾ അമ്മ ഛർദ്ദിച്ചപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ആക്കിയതാണ് മലവെള്ളത്തിൽ നിന്ന് കഴുകാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.